വില്ലേജ് പാലായൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പോർട്ടലുണ്ട്. അവിടെ നിന്ന് ഈ ആദിവാസി ജില്ലകളിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ വില്ലേജ് പാലായൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഡോക്യുമെൻ്റ് വേണം, മാതാപിതാക്കളുടെ കൺസെൻറ്റ് വേണം, ആധാർ വേണം, ഇങ്ങനെ ഒരുപാട് രേഖകൾ വേണം. ഇതൊന്നും അവരെടുത്തിട്ടില്ലായിരുന്നു. പലതും ഇല്ലായിരുന്നു, പലതും ഉണ്ട്. പോലീസിന് സംശയമായി. ആ സമയം തന്നെ അവിടെ പാസ്റ്റർ വിഭാഗത്തിൽപ്പെട്ട, പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേർ വന്നു. അതോടൊപ്പം തന്നെ ബജ്റംഗൾ വിഭാഗത്തിൽപ്പെട്ടവർ വന്നു. ഇതിനിടയിൽ ബജ്റംഗൾ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലീസിൽ കൊണ്ട് പരാതിയും കൊടുത്തു. ഇത് മതം മാറ്റമാണ്, കടത്തലാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ ഇവിടെ വാർത്തകൾ വരുന്നു, വലിയ വിവാദമാകുന്നു. അപ്പോൾ CBBC-കാർ, കത്തലിക് മൂവ്മെൻറ്റുകാർ, സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം കൂടി രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റിനെ, രാജീവ് ചന്ദ്രശേഖർ അനൂപ് ആൻ്റണി അങ്ങോട്ട് അയക്കുന്നു ജനറൽ സെക്രട്ടറിയെ. പിന്നെ ഇതിൻ്റെ ഒരു പരമ്പരയാണ്. ഇടതുപക്ഷ MP-മാർ, വലതുപക്ഷ MP-മാർ, പിന്നെ MP-മാർ അല്ലാത്തവർ ഒക്കെ കൂടി അവിടെ പോകുന്നു. പിന്നെ വലിയ സംഘർഷമാകുന്നു. ബജ്റംഗദൾ സമരം ചെയ്യുന്നു, ഒരു കാരണവശാലും പുറത്തുവിടരുതെന്ന് പറയുന്നു. കന്യാസ്ത്രീകൾ രാജ്യവ്യാപകം എന്ന് പറയാൻ ഡൽഹിയിലും കേരളത്തിലും പല സ്ഥലങ്ങളിലും ജാഥ നടക്കുന്നു. തൃശ്ശൂരിൽ പ്രത്യേകിച്ച്, അവർ തൃശ്ശൂർക്കാരാണ്, ഒരാൾ അങ്കമാലിയാണ്. അപ്പോൾ അങ്കമാലി രൂപതയിലുള്ളതാണ്, അവിടെ ജാഥ നടക്കുന്നു. ഒരാൾ കണ്ണൂർ രൂപതയാണ്, അവിടെ ജാഥ നടക്കുന്നത്. വേണ്ട ബഹളമായി. അവസാനം ഇതിനിടയിൽ ജാമ്യം കിട്ടില്ല എന്നൊരു സ്ഥിതി വന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ട് കേസ് അവർ ആദ്യം രജിസ്റ്റർ ചെയ്തു. അവിടെ ചെന്നപ്പോൾ ജാമ്യം കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇതിന് പ്രൊവിഷൻ ഇല്ല കേസെടുക്കാനെന്ന് പറഞ്ഞ് അവർ വാദം കേൾക്കാതെ സെഷൻസ് കോടതിയിലേക്ക് കൊടുത്തു. അപ്പോഴാണ് ഭാരതീയ ന്യായ സംഹിതയിലെ 143(3) എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അത് മനുഷ്യക്കടത്താണ്. ഇതേ കാര്യം തന്നെ NIA-യുടെ കേസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NIA ഷെഡ്യൂളിൽപ്പെട്ടൊരു കേസ് ഞങ്ങൾക്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ കോടതിയും അത് തള്ളി. അവസാനം അത് NIA കോടതിയിൽ വന്നു. ഇതിനിടയിൽ ആദ്യത്തെ 2 കോടതികളിലും കേസ് പ്രാരംഭഘട്ടത്തിലാണെന്നും ഇവർ പുറത്തിറങ്ങിയാൽ വീണ്ടും മതം മാറ്റവും ബുദ്ധിമുട്ടുകളും ഇവർ നല്ല സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ളവരാണെന്നും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് നല്ല സ്വാധീനമുണ്ടെന്നും അവരെ പുറത്ത് വിടരുതെന്നും എന്നുള്ള ലൈനിലാണ് ആദ്യത്തെ 2 കോടതികളിലും സ്റ്റാൻഡ് എടുത്തത്. പക്ഷേ അത് വാദം കേട്ടില്ല. അതുകൊണ്ട് ആ സ്റ്റാൻഡിന് പ്രസക്തിയില്ല, അത് രേഖപ്പെടുത്തിയിട്ടുമില്ല.